പത്തനംതിട്ടയിലേക്കൊന്ന് പോകാം. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, പത്തനംതിട്ട വളരെയധികം പ്രാധാന്യമുള്ളൊരു ജില്ലയാണ്. പ്രത്യേകിച്ച് അവിടെ ശബരിമല സ്വർണ്ണ കവർച്ച, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ വൈകൃതമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. അപ്പോൾ വോട്ടർമാർ അതെല്ലാം മുൻകൂട്ടിയായിരിക്കും അവരുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ എത്തുക. പ്രത്യേകിച്ച് ശബരിമല അത് അവരുടെ വികാരം തന്നെയാണ്. അതിനെ തൊട്ടുകളിച്ചാൽ അതിന് കൃത്യമായ ഒരു മറുപടി വോട്ടിലൂടെ നൽകുമെന്നാണ് വോട്ടർമാർ അറിയിച്ചിരുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ സജ്ജീകരണങ്ങളും അവിടെ പൂർത്തിയായോ? മോക്ക് പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? വോട്ടർമാരൊക്കെ എത്തി തുടങ്ങിയോ? ഗോകുൽ. അശ്വതി, മോക്ക് പോളിംഗ് നടപടികൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ എല്ലായിടത്തും തന്നെ മോക്ക് പോളിംഗ് നടപടികൾ 6 മണിയോടുകൂടി തന്നെ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലുള്ള സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലാണ്. ഇവിടെ പോളിംഗ് സ്റ്റേഷനൊക്കെ പൂർണ്ണ സജ്ജമാണ്. വോട്ടർമാർ രാവിലെ മുതൽ തന്നെ എത്തി തുടങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വാർഡ് നമ്പർ 26-ൻ്റെ ബൂത്താണ്. 2 ബൂത്തുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ആകെ 10,62,756 വോട്ടർമാരാണ് ഇന്ന് അവരുടെ സമ്മതിദാനം വിനിയോഗിക്കാനായിട്ട് എത്തുന്നത്. അതിൽ തന്നെയും 5,71,000-ലധികം സ്ത്രീകളാണ്. പുരുഷന്മാർ 4,90,000-ഓളം ഉണ്ട്. 3 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന വോട്ടർമാരും പത്തനംതിട്ട ജില്ലയിൽ ഇന്നുണ്ട്. ആകെ 1,225 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിലുടനീളം. 2,180 കൺട്രോൾ യൂണിറ്റ്, പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ട് 5,890 ആളുകളെയും വിനിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ തീർച്ചയായും ഗോകുൽ തുടരുക. നമുക്ക് ഗോകുലിലേക്ക് എത്താം. ഇപ്പോൾ നമുക്ക് തലസ്ഥാനത്തേക്കൊന്ന് പോകാം. അവിടെ നിന്നും പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, 25-ാം നമ്പർ ബൂത്തിൽ ശബരിനാഥ് എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഒരുപാട് പ്രതീക്ഷയോടെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശബരിനാഥ്. അപ്പോൾ തൻ്റെ വോട്ട്, തൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ ശബരിനാഥ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശബരിനാഥിനൊപ്പം മറ്റാരൊക്കെയാണുള്ളത്? അശ്വതി, ശബരിനാഥ് ഈ പ്രദേശത്തിൻ്റെ ബൂത്തുകളെത്തി അവിടെ ഒരു നിരീക്ഷണം പോലെയൊക്കെ നടത്തുകയാണ് ഇപ്പോൾ എന്നുള്ളത്. എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് തൻ്റെ പോളിംഗ് ഏജൻറ്റുമാരെയൊക്കെ കണ്ട് അദ്ദേഹം മടങ്ങുകയാണ്. കാരണം 7 മണിക്കാണ് ഇവിടെ പോളിംഗ് ആരംഭിക്കുക എന്നറിയാം. അതിന് മുൻപ് എത്തി തൻ്റെ ഏജൻറ്റുമാരോടൊക്കെ അദ്ദേഹം സംസാരിക്കുകയാണ്. ഈ കവടിയാർ വാർഡിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് കവടിയാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ, പ്രത്യേകിച്ച് 2025 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കവടിയാറിലെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ശബരിയെ പൂട്ടാൻ BJP നിയോഗിച്ചിരിക്കുന്നത് S. മധുസൂദനൻ നായരാണ്. കാരണം ശബരിയെ തിരുവനന്തപുരത്തിന് അത്യാവശ്യം പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. MLA ആയിരുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ യുവ നേതാവാണ്. അപ്പോൾ ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സവിശേഷതകളും നിലനിൽക്കുന്ന ഒരു ഹൈ വോൾട്ടേജ് മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് കവടിയാർ. കാരണം K. ശബരിനാഥിനെ നേരിടാൻ അട്ടിമറി വീരനായിട്ടുള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന S. മധുസൂദനൻ നായരെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. ശബരി ഇറക്കി കോൺഗ്രസ് ഞെട്ടിച്ചപ്പോഴാണ് നേരത്തെ ശാലിനി സൂചിപ്പിച്ചതാണ്, ശാസ്താമംഗലം കൗൺസിലറായിട്ടുള്ള S. മധുസൂദനൻ നായരെ ഈ മത്സര രംഗത്തേക്ക് BJP കൊണ്ടുവന്നത്. 2 തവണ മത്സരിച്ച 2 തവണയും അട്ടിമറി നടത്തി ജയിച്ച ചരിത്രമുള്ള മധുസൂദനൻ നായരാണ് ഇവിടെ ശബരിയുടെ എതിരാളിയായി മത്സരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2015 മേയറായിരുന്നുള്ള ജയൻ ബാബുവിനെ തോൽപ്പിച്ചു. കഴിഞ്ഞ തവണ KPCC ഓഫീസിരിക്കുന്ന വാർഡ് കോൺഗ്രസിൽ നിന്നും തട്ടിയെടുത്തു. അങ്ങനെ വലിയ അട്ടിമറികളൊക്കെ നടത്തിയിട്ടുള്ള S. മധുസൂദനൻ നായരും ശബരിനാഥും തമ്മിലാണ് ഈ വാർഡിലെ പ്രധാനപ്പെട്ട പോരാട്ടം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിലൊരാൾ, അതുപോലെ തന്നെ BJPയുടെ വലിയ ട്രാക്ക് റെക്കോർഡുള്ള, അട്ടിമറി വിജയങ്ങൾ നേടാൻ ട്രാക്ക് റെക്കോർഡുള്ള BJPയുടെ സ്ഥാനാർത്ഥി, അങ്ങനെ വലിയ സജീവമായിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വാർഡ്, പ്രത്യേകിച്ച് ശബരിനാഥിനെ ജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന് അഭിമാന പോരാട്ടമാണ്. അതേസമയം ശബരിയെ അട്ടിമറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടുക എന്നുള്ളത് BJPയുടെ വലിയ പ്രതീക്ഷകളാണ്. അപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറൊക്കെ ഈ പറയുന്ന രീതിയിൽ S. മധുസൂദനൻ നായരെ ഇവിടേക്ക് നിയോഗിച്ച് തന്നെ അത്തരമൊരു അട്ടിമറി പ്രതീക്ഷകൾ കൊണ്ട് തന്നെയാണ്. സാധാരണഗതിയിലുള്ള പോരാട്ടത്തിനപ്പുറത്തേക്ക് ഏത് വലിയ സ്ഥാനാർത്ഥിയോടും നേരിട്ട് പോരാടി ജയിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് S. മധുസൂദനൻ നായരെ. അങ്ങനെ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി അതിനിൽ പയറ്റിക്കൊണ്ടാണ് സാധാരണക്കാരനായ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രദേശവാസികൾക്കൊക്കെ വലിയ സുപരിചിതനായിട്ടുള്ള S. മധുസൂദനൻ നായരെ രംഗത്തിറക്കുന്നതിന്
സാധ്യതയുള്ളൂ. അങ്ങനെയുള്ളൊരു നീക്കം കൂടി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനുണ്ട്. തീർച്ചയായും പ്രജിത്ത്, നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. പ്രജിത്ത്, അവിടെ നിന്നും ഗോകുൽ വീണ്ടും ചേരുന്നുണ്ട്. ഗോകുൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഭരണവിരുദ്ധ വികാരം, ഒപ്പം വലിയൊരു പ്രതിപക്ഷ വിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. അപ്പോൾ വോട്ടർമാർ അവിടെ കൃത്യമായ മറുപടി നൽകാൻ എത്തും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്ക് അപേക്ഷിച്ച് ഇപ്രാവശ്യം അതിലധികം വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ പത്തനംതിട്ടയിലേക്ക് എത്തില്ലേ? അശ്വതി, തീർച്ചയായിട്ടും രാവിലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം ഈ 6:30 മണിയോടുകൂടി തന്നെ ഈ പോളിംഗ് ബൂത്തിലെ എത്തിയിട്ടുള്ള വോട്ടർമാരെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കൂടുതലായിട്ട് വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കൊണ്ട് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന കാഴ്ചയാണ് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആകെ 3549 സ്ഥാനാർത്ഥികളാണ് 3 തലങ്ങളിലായിട്ട് ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് മത്സരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളാണ് പത്തനംതിട്ട ജില്ലയിൽ ഇക്കുറി മത്സര രംഗത്തുള്ളത്. 1910 വനിതകളും 1639 പുരുഷന്മാരുമാണ് സ്ഥാനാർത്ഥികളായിട്ട് ഇക്കുറി മത്സരരംഗത്തുള്ളത്. എന്തായാലും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും, മുമ്പ് അശ്വതി സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കവർച്ചയായാലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായാലും ഒക്കെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു ജില്ല കൂടിയിട്ടാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ശബരിമലയുടെ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള പത്മകുമാർ അടക്കമുള്ള നേതാക്കൾ അവരുടെ ജില്ല കൂടിയിട്ടാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിലും ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം UDFനെയും ജില്ലയിൽ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതുകൂടാതെ ഓരോ സ്ഥലങ്ങളിലുമുള്ള ജനകീയ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനമായാലും മറ്റ് രീതിയിലുള്ള കുടിവെള്ളമായാലും റോഡ് വികസനമായാലും ഗതാഗത സംവിധാനങ്ങളായാലും ഒക്കെ അങ്ങനെയുള്ള പ്രാദേശിക വിഷയങ്ങളും വലിയ ഘടകമായി തന്നെ ജില്ലയിൽ അവശേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ ഏറെ വിഷയങ്ങളുണ്ട്. അതൊക്കെ തന്നെ ജനങ്ങളെ കൃത്യമായിട്ട് സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നുണ്ടാവുക. BJPയെ സംബന്ധിച്ചിടത്തോളം NDAയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ളൊരു ജില്ല കൂടിയിട്ടാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. കാരണം ഇതിനോടകം തന്നെ 3 ഗ്രാമപഞ്ചായത്തുകളും ഒരു നഗരസഭയും NDA ഭരിക്കുന്നുണ്ട്. അതായത് പന്തളം നഗരസഭ, അതുകൂടാതെ 3 ഗ്രാമപഞ്ചായത്തുകൾ കുളനട, ചെറുകോല്, അതുപോലെ തന്നെ കവിയൂർ എന്നിങ്ങനെയുള്ള 3 ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. ഇക്കുറി എന്തായാലും അവിടങ്ങളിലൊക്കെ ഭരണം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണ സാരഥ്യത്തിലേറാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് NDA മുന്നണിയും അതോടൊപ്പം തന്നെ BJPയും ശക്തമായിട്ട് രംഗത്തുള്ളത്. ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത് പന്തളത്തെ മത്സരം തന്നെയായിരിക്കും. കാരണം BJP അധികാരത്തിലെത്തുന്ന 2ാമത്തെ നഗരസഭയാണ്, കേരളത്തിലെ 2ാമത്തെ നഗരസഭയാണ്. ആദ്യം പാലക്കാടാണെങ്കിൽ അതിനുശേഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP പിടിച്ചെടുക്കുന്ന ഒരു നഗരസഭ കൂടിയിട്ടാണ് പന്തളം എന്ന് പറയുന്നത്. ശബരിമലയ്ക്കും ആ വിഷയത്തിനൊക്കെ ഏറെ പ്രാധാന്യമുള്ളൊരു നാട് കൂടിയാണ് പന്തളം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനതയുടെ വികാരം എപ്പോഴും BJP അല്ലെങ്കിൽ അത്തരത്തിൽ BJPയോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് തന്നെയാണ് അവിടുത്തെ ജനത സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇക്കുറിയും അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കളുടെയും അവിടുത്തെ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 18 സീറ്റുകളിൽ BJP വിജയിച്ചുകൊണ്ടാണ് പന്തളം നഗരസഭയിൽ അധികാരം പിടിച്ചെടുത്തത്. ഇക്കുറി കൂടുതൽ സീറ്റുകളിലേക്ക് 33 സീറ്റുകളാണ് ആകെ മത്സരം നടക്കുന്നത്. കൂടുതൽ സീറ്റുകളിലേക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കൂടുതൽ പഞ്ചായത്തുകൾ, ആറന്മുള പോലെ, നാരങ്ങാനം പോലെയുള്ള അധിക പഞ്ചായത്തുകൾ കൂടി ഭരണം എടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം BJP നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം തീർച്ചയായും ഗോകുൽ, അത് തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊന്ന് തലസ്ഥാനത്തേക്ക് വീണ്ടും പോകാം. അവിടെ ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, തലസ്ഥാനത്ത് അങ്ങനെ വോട്ടർമാരൊക്കെ എത്തിത്തുടങ്ങിയോ? പോളിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മറികടക്കുമെന്നാണോ കരുതുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ഒരു തിരക്കൊക്കെ തുടങ്ങിയോ? അശ്വതി, അത്ര കണ്ട തിരക്കൊന്നും ആരംഭിച്ചിട്ടില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്തമംഗലം എന്നുള്ളത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെ ഒരു വാർഡാണ്. ഒപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുകയും ചെയ്യുന്ന ഒരു വാർഡായി ശാസ്തമംഗലം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ മാറിയിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP എന്നുള്ളത് ഇവിടെ നിന്നും മാറ്റി നിർത്താൻ കഴിയാത്ത, ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വാർഡിലെ ഒരു തീർച്ചയായും ശാലിനി തുടരുക. ഇപ്പോൾ കൊല്ലത്ത് നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു
ശാലിനി തുടരുക. ഇപ്പോൾ ശ്രീലേഖ തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ അവിടെ എത്തിയിട്ടുണ്ട്. ആ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ആർ ശ്രീലേഖയാണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്റെ വോട്ട് രേഖപ്പെടുത്താൻ ആണ് സ്ഥാനാർത്ഥി അവിടെ എത്തിയിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ശാലിനി, വിവരങ്ങൾ. നമ്മൾ കാണുന്നത് അശ്വതി ആർ ശ്രീലേഖ ഇവിടുത്തെ BJP NDAയുടെ സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയതാണ്. തൊട്ടടുത്ത് തന്നെ പോളിംഗ് ബൂത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. സമീപത്ത് തന്നെ, അതായത് ഒരേ സ്കൂളിൽ തന്നെയാണ് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുന്നത്. പോളിംഗ് ബൂത്ത് നമ്പർ 3-ലാണ് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുന്നത്. 7 മണിയോടെ കൂടി തന്നെ ആദ്യ വോട്ടർമാരിൽ ഒരാളായി 2 ബൂത്തുകളിൽ സ്ഥാനാർത്ഥിയും മറുഭാഗത്ത് കേന്ദ്രമന്ത്രിയും വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പോളിംഗ് ശതമാനത്തിലൊരു വർധനവൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെയാണ് വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത്, സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം BJP ഒഴിച്ചുകൂട്ടാൻ കഴിയാത്തൊരു ഘടകമായി മാറിയിട്ടുണ്ട്. അപ്പോൾ സിറ്റിംഗ് സീറ്റാണ്. സ്വാഭാവികമായും ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും BJP സംബന്ധിച്ചിടത്തോളം അവരിവിടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 30 ദിവസമായി നീണ്ടുനിന്ന പ്രചരണങ്ങൾ, ഒപ്പം തന്നെ കുടുംബസംഘങ്ങൾ, കീ വോട്ടേഴ്സിനെ കാണുക, അങ്ങനെ വിവിധ രീതിയിലുള്ള പ്രചരണ രീതികൾ അവർ നടത്തിയിരുന്നു. ഊണുമുറക്കമില്ലാതെ സാധാരണ പ്രവർത്തകർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ദിവസങ്ങൾ തീർച്ചയായും ശാലിനി, സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ആർ ശ്രീലേഖയും ഒക്കെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ ശാസ്തമംഗലം ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോകണം ശാലിനി. അവിടെ നിന്ന് മനോജ് ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞങ്ങളുടെ പ്രതിനിധി മനോജ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പത്തനാപുരത്ത് ബ്ലോക്ക് ഡിവിഷന്റെ വോട്ടിംഗ് മെഷീൻ മാറി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പട്ടാഴി പാണ്ടിത്തിട്ട ഗവൺമെന്റ് LPSലെ ബൂത്തിൽ നടുത്തേരി ബ്ലോക്ക് ഡിവിഷന്റെ മെഷീനായിരുന്നു എത്തിക്കേണ്ടത്. അതിന് പകരം തലവൂർ ഡിവിഷന്റെ വോട്ടിംഗ് മെഷീനാണ് എത്തിച്ചത്. മനോജ്, ഈ ഒരു അവസാന നിമിഷം ഒരു ഗുരുതരമായ കൃത്യവിലോപമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ വോട്ടിംഗ് മെഷീൻ മാറാനുള്ള കാരണം? അത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചോ അധികൃതർ? തീർച്ചയായും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ്. അതായത് വോട്ടിംഗ് മെഷീനുകൾ തമ്മിൽ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ പട്ടാഴിയിൽ തന്നെ പത്തനാപുരത്തുള്ള ബ്ലോക്ക് ഡിവിഷനിൽ പട്ടാഴി പാണ്ടിത്തിട്ട LPS സ്കൂളിലുള്ള നടുത്തേരിയിലെ ഈ ബ്ലോക്ക് ഡിവിഷൻ്റെയാണ് മെഷീൻ മാറിപ്പോയിരിക്കുന്നത്. അത് തലവൂരിലെ ഡിവിഷനിലുള്ള വോട്ടിംഗ് മെഷീനാണ് അവിടേക്ക് എത്തിച്ചത്. അത്തരത്തിൽ 2 വോട്ടിംഗ് മെഷീനുകൾ തമ്മിൽ മാറിപ്പോയിരിക്കുന്നു. കൃത്യമായും പരിശോധനകൾക്ക് ശേഷമാണ് ഈ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം വോട്ടിംഗ് മെഷീനുകൾ നൽകിയിരുന്നത്. അതിൽ അത്ര ശ്രദ്ധ പുലർത്തിയിരുന്നില്ല എന്ന് തന്നെ നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അതായത് വോട്ടിംഗ് മെഷീനുകൾ നൽകിയിട്ടുണ്ടായിരുന്നതിൽ ഇത്തരത്തിലുള്ള അപാകതകൾ പറ്റിയെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അത് എത്രയും വേഗം പുനഃക്രമീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വോട്ടിംഗ് മെഷീനുകളിലും തമ്മിൽ മാറ്റുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഇത് കാരണം മോക്ക് പോളിങ്ങും അതോടൊപ്പം തന്നെ ഇനി ഈ വോട്ടിംഗ് സമയവും വീണ്ടും നീളാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 2 ഇടങ്ങളിലും ഇത്തരത്തിലൊരു പ്രശ്നം വന്നതുകൊണ്ട് അവിടെ എത്തിയ വോട്ടർമാർക്കടക്കം ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു അനാസ്ഥ, അതിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. എന്തായാലും ഈ EVM മെഷീനുകൾ തമ്മിൽ തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. രാവിലെ തന്നെ അവിടെ എത്തിയ വോട്ടർമാർ, അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഏജന്റുമാരൊക്കെ വന്ന് പരിശോധിക്കുമ്പോഴാണ് ഇത് മാറിപ്പോയ വിവരം അറിയുന്നതും തുടർന്ന് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ അത് പുനഃക്രമീകരിക്കുവാനുള്ള ഒരു ആവശ്യം ഉയരുന്നതും. എന്തായാലും കൃത്യമായും അത് ഈ ജില്ലയിലുള്ള തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസർക്കടക്കം നിർദ്ദേശം, അതോടൊപ്പം തന്നെ ഈ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷം തന്നെ ഇത് പുനഃക്രമീകരിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും മനോജ്, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു സെമി ഫൈനലായി തന്നെ നമുക്കിതിനെ കണക്കാക്കാം.